ഏത് പ്രതിസന്ധിയിലും പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റുമോ? ജീവിതത്തിൽ എല്ലാ മനുഷ്യർക്കും പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാവാം. ചിലത് നമ്മളെ വല്ലാതെ തളർത്തുന്നതാണ്. എന്നാൽ ഏത് നെഗറ്റീവ് സാഹചര്യത്തിലും പോസിറ്റീവ് എനർജി ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് കഴിയുമോ? അതിന് കഴിയുന്നവരെയാണ് ശുഭാപ്തി വിശ്വാസി എന്ന് പറയുന്നത്. ഏത് പ്രതിസന്ധിയും ബോധതലം പോസിറ്റീവായ വ്യക്തിയെ കുറച്ചൊക്കെ ഉയർത്തുന്നുണ്ട്. ആദ്യമായി ഈ സാഹചര്യം എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കുക. സ്റ്റെപ്പ് നമ്പർ 2. ഈ സാഹചര്യത്തിൽ സ്വയം കുറ്റപ്പെടുത്തുന്നതും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതും ഒഴിവാക്കി പരിഹാരത്തിനായി എന്ത് ചെയ്യാം എന്ന് തീരുമാനിക്കുക. അതുപോലെ പ്രശ്നത്തെക്കുറിച്ച് തന്നെ എപ്പോഴും പറയാതെ മനസ്സിനെ മറ്റ് കാര്യങ്ങളിലേക്കും തിരിച്ചുവിടുക. എന്ത് പ്രശ്നത്തിനും ഒരു പരിഹാരമുണ്ട് എന്ന് വിശ്വസിക്കുക. ഈ സമയത്താണ് പോസിറ്റീവ് ചിന്തകൾ കൂടുതൽ വേണ്ടത്. ഇനി ഈ സാഹചര്യത്തിൽ ഏറ്റവും നല്ലത് സൈലൻസ് ആണ്. സ്റ്റെപ്പ് നമ്പർ 3. പ്രതിസന്ധികൾ ഒരു പരീക്ഷണമാണ്. നമ്മുടെ പ്രതിരോധ ശക്തി അളക്കാനുള്ള പ്രകൃതിയുടെ പരീക്ഷണം. നമ്മുടെ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകളെ അത് ഉണർത്തുന്നു. ശക്തി കേന്ദ്രങ്ങൾ തിരിച്ചറിയാൻ അത് സഹായിക്കും. ഏറ്റവും പ്രധാനം അതിനോടുള്ള ആറ്റിറ്റ്യൂഡ് മാറ്റുക എന്നതാണ്. ആറ്റിറ്റ്യൂഡാണ് മനസ്സിനെ ശക്തിപ്പെടുത്തുന്നത്. അതുകൊണ്ട് അത് കോൺഷ്യസായി ഉണ്ടാക്കണം. പ്രതീക്ഷ തരുന്ന, ശക്തി തരുന്ന, ധൈര്യം തരുന്ന മനോഭാവം നിർമ്മിക്കണം, പ്രത്യേകിച്ചും മെൻ്റൽ ബോഡിയിൽ. സ്റ്റെപ്പ് നമ്പർ 4. ഒരു മാറ്റത്തിന് സമയമായി എന്ന ഓർമ്മപ്പെടുത്തലാണ് വന്നിരിക്കുന്നത്. ചില കാര്യങ്ങൾ കൂടുതൽ പക്വതയോടെ ചെയ്യണം എന്ന ഓർമ്മപ്പെടുത്തൽ. ഈ സാഹചര്യത്തെ ധൈര്യമായി നേരിടുമ്പോൾ പിന്നീട് വരുന്നത് ശാന്തമായ, സന്തോഷമുള്ള സാഹചര്യമായിരിക്കും. പ്രതിസന്ധി ഘട്ടത്തിൽ പിടിച്ചു നിൽക്കാനാണ് നോക്കേണ്ടത്. പിന്നീട് പതുക്കെ സാഹചര്യം മാറ്റണം. എന്നുവെച്ചാൽ ഏത് തരത്തിലുള്ള പ്രതിസന്ധിയാണ് നമുക്കുള്ളതെന്ന് മനസ്സിലാക്കി മറ്റുള്ളവരുടെ സഹായം കൂടെ സ്വീകരിക്കുക. സ്റ്റെപ്പ് നമ്പർ 5. അന്നത്തെ കോവിഡ് കാലം ഒരു പ്രതിസന്ധിയായിരുന്നു. ആ കാലം പലതും നമ്മളെ പഠിപ്പിച്ചു. ഇതുവരെ ഇല്ലാത്ത പല ജീവിത രീതിയും, ആരോഗ്യത്തിൻ്റെ പ്രാധാന്യം, സാമ്പത്തിക ബുദ്ധിമുട്ട്, സാമൂഹ്യ മാറ്റങ്ങൾ, മാത്രമല്ല എല്ലാത്തിനേക്കാളും വലുത് നിലനിൽപ്പാണ് എന്നും പഠിപ്പിച്ചു. ചിലർ ആ കാലങ്ങൾ ബിസിനസ് അവസരങ്ങളാക്കി മാറ്റി. ചിലരുടെ ബിസിനസ് തകർന്നുപോയി. സ്റ്റെപ്പ് നമ്പർ 6. ഈ സമയത്ത് പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യം മാക്സിമം ഉപേക്ഷിക്കുക. ഇന്നർ സൈലൻസ് എന്താണെന്ന് തിരിച്ചറിയുക, പ്രാക്ടീസ് ചെയ്യുക. ശരീരത്തിനാണ് പ്രശ്നമെങ്കിൽ മനസ്സിൻ്റെ ബലം കൂട്ടുക. തിരിച്ചും പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത ഈ സമയത്ത് കൂടുതലാണ്. കുറച്ച് ദിവസത്തേക്ക് ശാന്തമായി പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണം. അതുപോലെ ചില പ്രതിസന്ധി ഘട്ടത്തിൽ മെൻ്റൽ ബോഡിക്കും ഫിസിക്കൽ ബോഡിക്കും പൂർണ്ണമായ വിശ്രമം കൊടുക്കുക. സ്റ്റെപ്പ് നമ്പർ 7. മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള ഒരവസരം കൂടിയാണ് ഈ പ്രതിസന്ധികൾ, അല്ലെങ്കിൽ നെഗറ്റീവായ സാഹചര്യം. യഥാർത്ഥത്തിൽ നമ്മളെ സഹായിക്കുന്നത്, സ്നേഹിക്കുന്നത്, അംഗീകരിക്കുന്നത് ആരൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ സമയത്ത് മറ്റുള്ളവരിൽ നിന്നും സഹായങ്ങൾ സ്വീകരിക്കണം, കൂടാതെ സ്വയം സഹായിക്കുകയും വേണം. എങ്കിൽ മാത്രമേ ചില പ്രശ്നങ്ങളെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റത്തുള്ളൂ. അവിടെ ദുരഭിമാനം ഉപേക്ഷിക്കുക. ഓർക്കുക, പ്രതിസന്ധികൾ ഏത് തരത്തിലുള്ളതാണെന്ന് തിരിച്ചറിയുക. അതാണ് പ്രധാനം. നമ്മുടെ നിലനിൽപ്പിനെ ബാധിക്കുന്നതാണോ അതോ ആഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ടതാണോ എന്ന് നോക്കുക. ഒന്നുകിൽ ആരോഗ്യപരം, അല്ലെങ്കിൽ സാമ്പത്തികം, അല്ലെങ്കിൽ വ്യക്തിപരം. ഇതിലേതെങ്കിലും ഒന്നായിരിക്കും ഇപ്പോഴുള്ള നിങ്ങളുടെ പ്രതിസന്ധി. നേരിടാൻ പരിശീലിക്കുക. ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവൻ്റെ ക്വാളിറ്റി, അല്ലെങ്കിൽ അവിടെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ അതിനെ എങ്ങനെ ഫേസ് ചെയ്യുന്നു അതിനെ അനുസരിച്ചിരിക്കും. ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ എപ്പോഴും സന്തോഷകരമായിട്ടുള്ള സാഹചര്യം മാത്രമായിരിക്കത്തില്ല ഉണ്ടാകുന്നത്. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. കൂടുതൽ ആരോഗ്യപരമായിട്ടുള്ള, സൈക്കോളജിപരമായിട്ടുള്ള വീഡിയോകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.